ദൃശ്യം 3യുടെ കഥ പുറത്തായിരിക്കുന്നു. ജിത്തു ജോസഫിൻ്റെ അടുപ്പക്കാരനായിട്ടുള്ള ഒരു വ്യക്തി അദ്ദേഹം കഥ പുറത്തുവിട്ടിരിക്കുകയാണ്. ജിത്തു ജോസഫ് കഥ എഴുതി പൂർത്തിയാക്കിയതിന് ശേഷം അദ്ദേഹം അത് വായിച്ചു. ആ വായനയ്ക്ക് ശേഷം അത് വായിച്ചു എന്ന് മനസ്സിലാക്കിയ ജിത്തു ജോസഫ് അയാളുടെ വർക്കിൽ നിന്ന് പുറത്താക്കുന്നു. അങ്ങനെ പുറത്തായ അയാൾ ആ കഥ വായിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾ സ്വന്തമായിട്ട് ഒരു A4 ഷീറ്റിൽ താൻ വായിച്ച കഥ എഴുതി ചില അടുപ്പക്കാരായിട്ടുള്ള ചില ആൾക്കാർക്ക് മാത്രം ഷെയർ ചെയ്യുന്നു. അങ്ങനെ നമുക്കും ആ കഥ കിട്ടി. സോ ആ കഥയാണ് ഇന്ന് ജോഷ് ടോക്സിലൂടെ എക്സ്ക്ലൂസീവായി പുറത്തുവിടാൻ വേണ്ടി പോകുന്ന. സോ സ്റ്റേ ട്യൂൺ ടു ഹിയർ ദ ദൃശ്യം 3 സ്റ്റോറി. സോ കഥ ആരംഭിക്കുന്ന സമയത്ത് ജോർജ് കുട്ടി ഒരു ഡയറക്ടറാണ്. ഹി ഈസ് ഡയറക്റ്റിംഗ് ഹിസ് ഫിലിം. അതായത് അദ്ദേഹത്തിന് തന്നെ കഥ സ്വന്തമായിട്ടൊരു കഥ എഴുതി അദ്ദേഹം അത് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സായ്കുമാറിനെ കൊണ്ട് കാണിക്കുന്നിടത്താണ് കഥയുടെ ദൃശ്യത്തിന് 2ാം ഭാഗത്തിലുള്ളത്. അത് 3ാം ഭാഗത്തിലേക്ക് വരുമ്പോഴത്തേക്കും ആ കഥ ഡയറക്റ്റ് ചെയ്യുന്നത് മോഹൻലാൽ തന്നെയാണ്. സോ മോഹൻലാൽ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ് ഈ സിനിമ ദൃശ്യം 3 തുടങ്ങുന്ന സമയത്തുള്ളത്. അങ്ങനെ ആ ഷൂട്ടിംഗ് ലൊക്കേഷൻ്റെ കാര്യങ്ങളും ആ സിനിമ എടുക്കുന്ന സമയത്തെ മീനയുടെ അനുഭവങ്ങളും മക്കളുടെ കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് തുടക്കത്തിൽ ഒരു 10-15 മിനിറ്റ് ആ സിനിമ എടുക്കുമ്പോൾ അവരുടെ വീടുകളിൽ സംഭവിക്കുന്ന കാര്യങ്ങളുമൊക്കെ കേന്ദ്രീകരിച്ചിട്ടാണ് ആ സിനിമയുടെ ഈ ദൃശ്യം 3യുടെ തുടക്കത്തിലെ ഒരു 10-15 മിനിറ്റ് പോകുന്നത്. അതിനുശേഷമാണ് നമ്മുടെ അഞ്ജു പ്രധാന കഥാപാത്രമായിട്ട് ആ സിനിമയിലേക്ക് മാറുന്നത്. അപ്പം അഞ്ജുവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് അഞ്ജു ഡിഗ്രി കഴിഞ്ഞിട്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പം ഡിഗ്രി കഴിഞ്ഞിട്ടിരിക്കുന്ന സമയത്ത് അഞ്ജു ഇനി ഭാവിയിൽ എന്ത് ജോലിക്ക് പോകണം എന്ന രീതിയിലുള്ള വലിയ ആലോചന നടക്കുന്നു. ആ സമയത്ത് ജോർജ് കുട്ടി പറയുന്നു PSC പഠിക്കുക എന്ന് ജോർജ് കുട്ടി പറയുകയാണ്. അങ്ങനെ PSC പഠിക്കുന്ന അഞ്ജു SI ആയിട്ട് ഒരു SI ഓർ കോൺസ്റ്റബിൾ എന്നാണ് കഥയിൽ ജിത്തു ജോസഫ് എഴുതി വെച്ചിട്ടുള്ളത്. സോ SI ആകാം അല്ലെങ്കിൽ ഒരു കോൺസ്റ്റബിൾ ആകാം. സോ ഈ ഒരു SIO കോൺസ്റ്റബിൾ ആയിട്ടുള്ള ഏതോ ഒരു പോസ്റ്റിംഗ് അഞ്ജുവിന് കിട്ടുന്നു. അഞ്ജു പക്ഷേ പോലീസിലായതുകൊണ്ട് അഞ്ജു പറഞ്ഞു എനിക്ക് പോകാൻ താല്പര്യമെന്ന് പറഞ്ഞു. പക്ഷേ ജോർജ് കുട്ടിയും അമ്മയൊക്കെ പറഞ്ഞു ജോലിയല്ലേ മകളെ, ഇന്നത്തെ കാലത്തൊരു ജോലി കിട്ടുക എന്ന് പറയുന്നത്, അതും ഗവൺമെൻറ് ജോലി കിട്ടുക എന്ന് പറയുന്നത് ഒരു എളുപ്പമുള്ള കാര്യമേ അല്ല. അതുകൊണ്ട് നിങ്ങൾ ഈ ജോലിക്ക് തന്നെ അഞ്ജു പോകണമെന്ന് പറയുന്നു. അങ്ങനെ അഞ്ജു ജോലിക്ക് പോകുന്നു. SI ആയിട്ട് അഞ്ജു തൻ്റെ സുത്യർഹമായ സേവനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അഞ്ജുവിനൊരു കേസ് അഞ്ജുവിൻ്റെ സ്റ്റേഷൻ പരിധിയിൽ വരുന്നത്. അപ്പം സ്റ്റേഷൻ പരിധിയിൽ വരുന്നു. അഞ്ജു ആ കേസ് വളരെ മനോഹരമായിട്ട് അന്വേഷിക്കുന്നു. പക്ഷേ ആ പ്രതി വളരെ ബുദ്ധിപൂർവമായിട്ട് ആ കേസിൽ നിന്ന് ഊരിപ്പോകുന്നു. അങ്ങനെ അഞ്ജുവിന് ആ കേസ് തെളിയിക്കാൻ പറ്റാതെ വന്നതുകൊണ്ട് അഞ്ജുവിനെ സസ്പെൻഡ് ചെയ്യുകയാണ്. കാരണം അത് വളരെ ഡെഡ് ലൈൻ ഉള്ള ഒരു കേസായിരുന്നു. സോ അഞ്ജുവിന് അത് തെളിയിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് അഞ്ജുവിനെ സസ്പെൻഡ് ചെയ്യുന്നു. ഈ സമയത്താണ് അഞ്ജു കുറച്ച് നാളുകൾക്ക് മുമ്പ് സ്വന്തം വീട്ടിൽ നടന്ന കേസിനെ പറ്റി അഞ്ജു ഓർക്കുന്നത്. അങ്ങനെ സസ്പെൻഷൻ കിട്ടി വീട്ടിലിരിക്കുന്ന സമയത്ത് അഞ്ജു വരുൺ കേസിൻ്റെ കേസ് ഡയറികളൊക്കെ എടുത്ത് നോക്കുവാൻ തുടങ്ങി. അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ അഞ്ജുവിന് കാര്യം മനസ്സിലായി. ജോർജ് കുട്ടി തന്നെ വ്യക്തമായിട്ട് പോലീസിനെ കബളിപ്പിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം അഞ്ജുവിന് പ്രഥമ ദൃഷ്ട്യാ ബോധ്യപ്പെടുകയാണ്. അങ്ങനെ അഞ്ജുവിനും അറിയാം അച്ഛൻ തന്നെയാണ് കൊലപാതകം ചെയ്യുന്നുള്ള കാര്യം അഞ്ജുവിനും അറിയാം. അപ്പോൾ അഞ്ജു കേസ് ഡയറിയും കൂടെ വായിച്ചപ്പം അത് എഴുതിയ പോലീസുകാരുടെ മാനസികാവസ്ഥയിലും കൂടെ അഞ്ജുവിനെ ചിന്തിക്കുവാൻ വേണ്ടി സാധിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അഞ്ജു നമ്മുടെ സഹദേവനെ വിളിക്കുന്നത്. സഹദേവൻ എന്ന് പറയുന്നത് ഈ സമയത്ത് SI ആയിട്ട് സ്ഥാനക്കയറ്റം കിട്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സഹദേവൻ എന്ന് പറയുന്ന വ്യക്തി. അപ്പം സഹദേവൻ്റെ ഒരു എൻട്രി ഈ ദൃശ്യം 3യിൽ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ സഹദേവനെ വിളിക്കുന്നു. സഹദേവനെ വിളിക്കുമ്പം ഇത് അഞ്ജുവാണ്, ജോർജ് കുട്ടിയുടെ മകളാണ് എന്നൊക്കെ പറയുന്ന ആ സീനൊക്കെ വളരെ മാസ്സായിട്ടും ടെററായിട്ടും എടുക്കുവാനാണ് ബ്രാക്കറ്റിൽ ജിത്തു ജോസഫ് എഴുതി വെച്ചിട്ടുള്ളത്. സോ ആ സീനൊക്കെ നമ്മളിപ്പം പറയുമ്പം വളരെ ഈസി ആയിട്ടായിരിക്കും. പക്ഷേ ആ ഫോൺ വരുന്നതും ആ ഫോൺ ലാൻഡ് ഫോൺ ആയിരിക്കും. സോ ലാൻഡ് ഫോൺ എടുത്ത് ചെവിയിലേക്ക് വെക്കുമ്പം സഹദേവൻ്റെ മുഖം സൂം ചെയ്ത് വരുന്നതൊക്കെ വളരെ സിനിമാറ്റിക് ആയിട്ടായിരിക്കും എടുക്കാൻ വേണ്ടി പോകുന്നത്. സോ അതൊക്കെ നമ്മൾ കാത്തിരുന്ന സിനിമ ഇറങ്ങുമ്പോൾ തന്നെ കാണേണ്ട കാര്യങ്ങളാണ്. അങ്ങനെ സഹദേവൻ പറയുന്നു ഈ കേസ് നമുക്ക് വീണ്ടും കുത്തിപ്പൊക്കാമെന്ന് സഹദേവൻ പറയുന്നു. അപ്പം അഞ്ജുവും പറഞ്ഞു യെസ്, ഭരണഘടനയോട് നീതി പുലർത്തുന്ന ഒരു സത്യസന്ധയായിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ എന്ന നിലയ്ക്ക് ഞാനും താങ്കൾക്കൊപ്പം ചേരുന്നു പറയുന്നു. പക്ഷേ അഞ്ജു ഒറ്റ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, അഞ്ജുവിനെ ഈ കേസിൽ മാപ്പ് സാക്ഷിയാക്കണം, അഞ്ജുവിൻ്റെ പേരിൽ ഒരു കേസും എടുക്കാൻ പാടില്ല എന്ന് അഞ്ജു സഹദേവനോട് ഉറപ്പ് ചോദിക്കുകയാണ്. സഹദേവൻ പറഞ്ഞു തീർച്ചയായിട്ടും അഞ്ജുവിനെ മാപ്പ് സാക്ഷിയാക്കും, ജോർജ് കുട്ടിയെയും അതായത് അഞ്ജുവിൻ്റെ അച്ഛനെയും അമ്മേനെയും കേസിൽ പെടുത്തും എന്നുള്ള കാര്യം സഹദേവൻ പറഞ്ഞു. പക്ഷേ അപ്പോഴും അഞ്ജുവും സഹദേവനും കൂടെ പറയുന്നുണ്ട്
ഇത് ഇങ്ങനെയുള്ളൊരു സമയത്തുള്ള കൊലപാതകമായതുകൊണ്ട് തന്നെ ഇതിന് ശിക്ഷ കുറവായിരിക്കും. ഒരുപാട് പരിഗണനകളൊക്കെ കൊടുത്തുകൊണ്ട് അറിഞ്ഞുകൊണ്ടല്ലാത്ത നരഹത്യക്കായിരിക്കും കേസെടുക്കുന്നത്. ഒരു 5-6 വർഷം മാത്രമേ തടവ് അനുഭവിക്കേണ്ടി വരികയുള്ളൂ എന്നും അഞ്ജുവിനോട് സഹദേവൻ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അഞ്ജുവിനും അത് പെട്ടെന്ന് മനസ്സിലായി, ബിക്കോസ് അഞ്ജു ഈസ് ഓൾസോ ഇൻ ദ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്. സോ അങ്ങനെ അവർ കേസിൻ്റെ തെളിവുകൾ മുഴുവൻ കൃത്യമായി അഞ്ജുവിൻ്റെ സഹായത്തോടെ ശേഖരിക്കുന്നു. കാരണം അഞ്ജുവിന് കാര്യങ്ങളെല്ലാം അറിയാമല്ലോ. സോ അഞ്ജു പറഞ്ഞു, ഞാൻ കൃത്യമായി സാക്ഷി പറയാം, അങ്ങനെ അച്ഛനെ ശിക്ഷിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ തീരുമാനമെല്ലാം എടുക്കുന്നു. ഇവർ പെട്ടെന്ന് തന്നെ അത് IG ഗീതാ പ്രഭാകരൻ്റെ ഇൻഫ്ലുവൻസും കൂടെ എടുത്തുകൊണ്ട് ആ കേസ് പെട്ടെന്ന് തന്നെ കുത്തിപ്പൊക്കി തെളിവുകൾ ശേഖരിച്ച് ജോർജ് കുട്ടിയുടെ വീട്ടിലേക്ക് വരുന്നു. വീട്ടിലേക്കല്ല, ഷൂട്ടിംഗ് സ്ഥലത്തേക്കാണ് ഈ എത്തുന്നത്. അവിടെ വെച്ചിട്ടാണ് ക്ലൈമാക്സ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ജിത്തു ജോസഫ്. അപ്പം ഷൂട്ടിംഗ് സ്ഥലത്ത് ആക്ഷൻ കട്ട് എന്നൊക്കെ പറഞ്ഞ് മോഹൻലാൽ അവിടെ ഷൂട്ടിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സോ ആ സമയത്തായിരിക്കും പെട്ടെന്ന് ഒരു പോലീസ് വണ്ടി ആ ഷൂട്ടിംഗ് ഫ്രെയിമിലേക്ക് കയറി വരുന്നത്. അപ്പോൾ മോഹൻലാൽ ചോദിക്കുന്നുണ്ട്, ആരാണ് ഈ വണ്ടി ഇങ്ങോട്ട് കടത്തി വിട്ടത് എന്ന് മോഹൻലാൽ ചോദിക്കുന്നു. ആ സമയത്ത് അതിനകത്തുനിന്ന് സഹദേവൻ വളരെ മാസമായിട്ട് ഇറങ്ങുന്നു, അതിൻ്റെ പുറകെ അഞ്ജുവും ഇറങ്ങുന്നു. സോ സഹദേവൻ്റെ കയ്യിലൊരു വിലങ്ങുണ്ടായിരിക്കും. ആ വിലങ്ങുമായിട്ട് മോഹൻലാലിൻ്റെ അടുത്തേക്ക് സഹദേവൻ നീണ്ടെടുക്കുന്നു. എന്നിട്ട് മോഹൻലാലിൻ്റെ കൈ പിടിച്ചിട്ട് തങ്ങളെ ഞാൻ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാമെന്ന് പറയുന്നു. അതിനുശേഷം വിലങ്ങ് നേരെ അഞ്ജുവിൻ്റെ കൈകളിലേക്ക് കൊടുത്തിട്ട് അഞ്ജുവിനോട് അച്ഛനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹദേവൻ പറയുന്നു. അങ്ങനെ സീനിയർ പറഞ്ഞ നിലയ്ക്ക് അച്ഛന് അഞ്ജു, അതായത് സ്വന്തം മകൾ മോഹൻലാലിനെ അറസ്റ്റ് ചെയ്യുന്ന സ്ഥലത്താണ് ഇതിൻ്റെ കഥയുടെ അവസാന ഭാഗങ്ങളിൽ അങ്ങനെയാണ് സംഭവിക്കുന്നത്. അതിനുശേഷം വേറൊരു ട്വിസ്റ്റും കൂടിയുണ്ട്. അങ്ങനെ അറസ്റ്റ് ചെയ്ത് കോടതിയിലേക്ക് എത്തിക്കും. പക്ഷെ കോടതിയിലാണ് അടുത്ത ട്വിസ്റ്റ് നടക്കുന്നത്. കോടതിയിൽ അഞ്ജുവിനെ മാപ്പുസാക്ഷിയാക്കാവുന്ന സഹദേവൻ ഉറപ്പ് നൽകിയിട്ടുണ്ടായിരുന്നെങ്കിലും കേസ് ഫുൾ എഴുതി വന്നപ്പം അഞ്ജുവിനെയും കുറ്റക്കാരനാക്കുന്നു. അവിടെയാണ് ട്വിസ്റ്റ്. അവങ്ങനെ അഞ്ജുവും ജയിലിലേക്ക് പോകുന്നു. അങ്ങനെ അഞ്ജുവും അഞ്ജുവിൻ്റെ അമ്മയും അഞ്ജുവിൻ്റെ അച്ഛനും ജയിലിൽ പോകുന്നിടത്ത് ആണ് ഈ സിനിമയുടെ അവസാനം. അവിടെ ദൃശ്യം തുടരും എന്ന് എഴുതി കാണിക്കുന്നു. വിച്ച് മീൻസ് ഒരു ദൃശ്യം 4 കൂടെയുള്ള ഒരു ചാൻസ് ഇട്ടിട്ട് ദൃശ്യം സിനിമ അവസാനിക്കുന്നു. ഇതാണ് ദൃശ്യം 3യുടെ കഥയായിട്ട് ജിത്തു ജോസഫിൻ്റെ ഏറ്റവും അടുപ്പക്കാരനായിട്ടുള്ള ഒരാൾ പുറത്ത് വിട്ടിരിക്കുന്ന ദൃശ്യം 3യുടെ കഥ.